5 കാര്യങ്ങൾ ചെയ്താലേ കുട്ടികൾ നേരാവുള്ളൂ. 5 കാര്യം ജീവിതത്തിലുണ്ടായാൽ മക്കൾ നേരാവും. എന്താ 5 കാര്യം? ഒന്നാമത്തെ, നല്ല പേരിടണം കുട്ടികൾക്ക്. ഉദ്ദേശത്തിനനുസരിച്ച്, ലക്ഷ്യത്തിനനുസരിച്ച പേരിടണം. എന്തിനനുസരിച്ച? അതിപ്പോൾ ഈ കുട്ടികളുടെ കാര്യം മാത്രമല്ല, നമ്മളൊരു കച്ചവടം തുടങ്ങുകയാണെങ്കിലും ലക്ഷ്യത്തിനനുസരിച്ച പേരിട്ടാലേ സംഗതി നേരാവുള്ളൂ. പേര് വേറെയും സാധനം വേറെയും ആവില്ല, പേരിനനുസരിച്ചാകുക. പഴയ കാലത്തൊക്കെ നമ്മളിങ്ങനെ പരിശോധിച്ച് നോക്കിയാൽ ഒരു 5 വീട് അല്ലെങ്കിൽ 10 വീട് നോക്കിയാൽ അതിലൊരു 5 ആളെ പേര് മുഹിയുദ്ദീൻ ഇക്കാരം, അല്ലെങ്കിൽ ഒരു 5 ആളെ പേര് മുഹമ്മദ് ഇക്കാരം, അല്ലെങ്കിൽ മഹമ്മദ് ഇക്കാരം, മമ്മി ഇക്കാരം, കുഞ്ഞാമത് ഇക്കാരം, ഒക്കെ ഒന്നാം സാധനം. ചെറിയ മാറ്റം വരുത്തി ഇട്ടു എന്നുള്ളതൊക്കെ മുഹമ്മദാണ്. പേര് വല്ലാതെ ശ്രദ്ധിച്ചിരുന്നു. ഇപ്പം നമ്മളിങ്ങനെയാണ് പറഞ്ഞുകൊണ്ട് എന്തൊക്കെയോ സാധനം ഇട്ടിട്ട് അവസാനം മൗലിയരോട് വന്നിട്ട് ചോദിക്കും, ഉസ്താദേ ഹം ഹിം ഹും എന്നുള്ളതിൻ്റെ അർത്ഥം എന്താണ് എന്ന്. ഏത് ഡിക്ഷണറി തിരഞ്ഞാലും അതിൻ്റെ അർത്ഥം കിട്ടുക? പുതിയ ഡിക്ഷണറി ഇറക്കേണ്ടി വരും. എന്നാ മൂപ്പര് ഞാൻ കാണാനില്ല എന്ന് പറഞ്ഞാലോ മൗലിയർക്ക് തിരിയില്ല എന്നായി. ഇപ്പം ഏതോ 29 അറബി അക്ഷരമുണ്ട്, വേറെ അഭിപ്രായത്തിൽ 28 അറബി അക്ഷരമുണ്ട്. അതിന് 4 എണ്ണം കൂട്ടിങ്ങാണ്ട് അത് ഏത് ഭാഷയിലും അർത്ഥം കിട്ടൂല. അപ്പൊ ചെന്തുക്കാരൻ എന്നുള്ളതിൻ്റെ അർത്ഥം എന്തേക്കാരം? മലയാളമല്ലേ, ഒരു ഡിക്ഷണറിയിലും കാണൂല. പോത്താമ്പി എന്നുള്ളതിൻ്റെ അർത്ഥം എന്തേക്കാരം? ഒരു ഡിക്ഷണറിയിലും ഉണ്ടാവില്ല. കിൽക്കിത്തിരി എന്നുള്ളതിൻ്റെ അർത്ഥം എന്തേക്കാരം? ഒരു ഡിക്ഷണറിയിലും ഉണ്ടാവില്ല. എന്നാ അപ്പോൾ അത് മലയാളമല്ലേ എന്ന് ചോദിച്ചപ്പോൾ എന്താ പറയാ? അറബിയിൽ നമുക്ക് തോന്നിയ മാതിരി 4 അക്ഷരം കൂട്ടിങ്ങാണ്ട് മൗലിയരോട് വന്നിട്ട് അർത്ഥം ഉണ്ടാക്കണം എന്ന് പറഞ്ഞാൽ പറഞ്ഞോ. പിന്നെ നെറ്റിൽ നോക്കിയെന്ന്, നെറ്റിൽ ഇങ്ങൾക്കും ഇഷ്ടംപോലെ അർത്ഥം കയറ്റി വിടാം. നെറ്റിൽ ആർക്കും കയറ്റാം, അവനാന് പോയിച്ച മാതിരിയൊക്കെ കയറ്റാം. ജൂതന്മാരെ നല്ലോണം കൈവച്ചിട്ടുണ്ട് പേരിനോടുത്ത്. ജൂതന്മാരെ നന്നായി കൈവച്ചിട്ടുണ്ട് പേരിനോടുത്ത്. മുസ്ലിം പേരുകൾ എന്ന് പറഞ്ഞാണ് നെറ്റിൽ വരുന്ന അധിക സാധനവും ഡിക്ഷണറിയിലുള്ളതല്ല, ജൂതന്മാർ കയറ്റിവിട്ട സാധനങ്ങളാ. അത് ഇട്ടുകാണ്ട് നമ്മളിങ്ങനെ നടക്കുക. എന്നിട്ട് ഓനെ പിന്നെ കാലിക്കുലാത്താക്കണമെന്ന് ലക്ഷ്യം വെച്ച് അങ്ങനെ നടക്കുക. പേര് എന്ത് ഉദ്ദേശത്തിലാണോ ആ ഉദ്ദേശത്തിനനുസരിച്ച് പേരിടണം. മുഹിയുദ്ദീൻ പേരിട്ടാലേ മുഹിയുദ്ദീൻ ഷേഖിന്റെ പേരാണ് എന്ന് കരുതിയിട്ടതാണെങ്കിൽ അതേമാതിരി ഉണ്ടാവും. അബൂബക്കർ എന്ന് പേരിട്ട ആളെ ഏറ്റവും ചുരുങ്ങിയത് ജോയിന്റ് സെക്രട്ടറി എങ്കിലും ആവുകയും. ഞാൻ വെറുതെ പറഞ്ഞൊന്നല്ല, ആവും. സ്റ്റേജിൽ നിന്ന് ആരോ ചിരിച്ചുന്നുണ്ട്, ഓൽക്ക് അനുഭവം ഉണ്ട് എന്നാണ് ആ പറഞ്ഞതിൻ്റെ അർത്ഥം. ചിരിച്ചാതാണല്ലോ. അപ്പൊ സഹസ്രൊന്നും ചിരിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞത് ശരിയാന്നാ മനസ്സിലാകണത്. അബൂബക്കറിന് പേരിട്ടാല് പക്ഷെ ഒന്നുണ്ട്, അബൂബക്കർ സിദ്ദീഖിന്റെ പേരാണെന്ന് കരുതി ഇടണം. വല്ലിപ്പാന്റെ പേര് എന്ന് കരുതിയിട്ടാൽ വല്ലിപ്പാന്റെ ഗുണം ഉണ്ടാവുള്ളൂ. എന്ത് കരുതിയിട്ടോ അത് വളരെ പ്രധാനമാണ്. പേരിന്റെ ഉദ്ദേശം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് കുട്ടികൾ നേരാവണമെങ്കിൽ ഒരിക്കൽ ബഹുമാനപ്പെട്ട സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കല് ഒരു സഹാബി വര്യൻ വന്നു മകനെ കുറിച്ച് പരാതി പറയാനാണ്. എൻ്റെ ചെക്കൻ എത്ര പറഞ്ഞാലും കേൾക്കൂലാറും, കുരുത്തം കെട്ടോനാണ് കാരണം. ഉമർ റളിയല്ലാഹു അൻഹു ചോദിച്ചു, എന്താ ഓന് പേരിട്ടതെന്ന് ചോദിച്ചു. അതിൽ ഓൻ്റെ പേര് ജുവാല് എന്നാണ് പറഞ്ഞു, വണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം. അത് നടക്കൂല, നേരാവൂലാർന്നു. നേരാവൂല എന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. പേര് വണ്ട് നിട്ടുകാണ്ട് ആള് നന്നാണെന്ന് പറഞ്ഞാൽ എങ്ങനെ നടക്കുക? അവിടെ നല്ല പേരിടണം, നല്ല പേരിടണം. നല്ല പേര് എന്ന് പറഞ്ഞാൽ നല്ലോരെ പേര് എന്നാണ് അതിൻ്റെ അർത്ഥം. നല്ല പേര് പറഞ്ഞാല് ഞമ്മക്ക് തോന്നിയ പേര് എന്നല്ല, നല്ലോരെ പേര്. ആയിഷാബീന്റെ പേര്, ഖദീജാബീന്റെ പേര്, അമ്പിയാക്കളെ പേര്. സാലിഹ് വ ഇബ്രാഹീമു കുല്ലും മുത്തബഅ ലൂത്തും വ ഇസ്മാഈലു ഇസ്ഹാഖുൻ കദാ യാഖൂബു യൂസുഫ് വ അയ്യൂബു തദാ. ബദരീങ്ങളെ പേര്. അലിഫൻ സുബൈറുൻ യുബ്രിഉ സഅദുൻ സഈദുൻ ഹാനിഉ അസ്അദു ഇമ്രാനു വ ബയ്യുൻ ഉബയ്യുൻ അബ്ദുല്ലാഹ്. ബദരീങ്ങളെ പേര് ആകെ 313 ഉള്ളൂ. അതൊക്കെ ഇട്ട് തീർന്നില്ലേ എന്ന് നമ്മളെ വിചാരം. ഇല്ല, ഇനിയുണ്ട്, ഇഷ്ടം പോലെ ഉണ്ട്. നല്ലവരെ പേരിനാണ് നല്ല പേര് അറിയാം. അതുകൊണ്ട് നല്ല പേരിടണം. കുട്ടികൾ നന്നാവണോ, നല്ല പേരിടണം. ഇട്ടത് പേതാലും അങ്ങനെ ആയി. ഇഞ്ഞിടണേലും നോയിക്കളുണ്ട്. ഫോൺ നമ്പർ തിരഞ്ഞെടുക്കുകയോ വാട്സപ്പിൽ ബന്ധപ്പെടുകയോ വേണ്ട. പേര് പറഞ്ഞു കൊടുക്കുന്ന പരിപാടിയൊന്നുമില്ല. അത് നിങ്ങൾ തന്നെ ആലോചിച്ചിട്ടാൽ മതി. ഇത് പറയുമ്പോഴൊരു കുഴപ്പം എന്താ? അടുത്തത് പിന്നെ ഉസ്താദെ സംഗതി പെണ്ണ് പ്രസവിച്ചിട്ടുണ്ട്, എന്താ പേരിടുക എന്ന് ചോദിച്ചാണ്ട് നമുക്കിവിടെ പേര് പറഞ്ഞെടുക്കുന്ന പരിപാടിയൊന്നുമില്ല. നിങ്ങൾ തന്നെ നന്നായി ആലോചിച്ചിട്ടാണ് ഇട്ടാളി. നല്ലൊരു പേരിനാണ് നല്ല പേര് എന്ന് പറയാ.
4 നല്ല മനുഷ്യന്മാരെ പറ്റിയിട്ട് എല്ലാ വെള്ളിയാഴ്ചയും പറയും. എല്ലാ വെള്ളിയാഴ്ച നമ്മൾ ജുമഅക്ക് എന്നാലും 4 നല്ല മനുഷ്യന്മാരെ പറ്റി പറയും. സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ്, സയ്യിദുനാ ഉമർ ബിൻ ഖത്താബ്, സയ്യിദുനാ ഉസ്മാൻ ബിൻ അഫ്ഫാൻ, സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് നല്ല പേരിടുക. ഒന്നാമത്തെ കാര്യം അതാണ്, നല്ല പേരിടുക. രണ്ടാമത്തെ കാര്യം എന്താ വെച്ചാൽ ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം എന്നതാണ് കുട്ടികൾ നന്നാവാനുള്ള മാനദണ്ഡം. കിട്ടിയപ്പോൾ വാങ്ങിയതായാൽ പോരാ, ആഗ്രഹിച്ചപ്പോൾ കിട്ടിയതായിരിക്കണം. നമ്മളൊക്കെ കുട്ടികൾ അധികവും ചില കാര്യങ്ങൾ നമ്മളിങ്ങനെ കുട്ടികളെ കേൾപ്പിച്ച് പറയാൻ പറ്റാത്തതാണ്. പിന്നെ ഇപ്പോൾ കുട്ടികളില്ലാതപ്പോൾ നിങ്ങളെ കിട്ടൂലല്ലോ. അതുകൊണ്ട് പിന്നെ പെണ്ണുങ്ങൾ വരണമെങ്കിൽ എന്തായാലും കുട്ടികളൊപ്പം തന്നെ വരുള്ളൂ. അതുകൊണ്ട് പറയില്ലാതെ നിർവാഹമൊന്നുമില്ല. ആഗ്രഹിച്ച് കിട്ടിയതായിരിക്കണം കുട്ടികൾ നേരാവണമെങ്കിൽ. പലപ്പോഴും നമ്മളെ കുട്ടികളെ നമുക്ക് ആഗ്രഹിച്ച് കിട്ടിയതാവണില്ല എന്നുള്ളതൊരു പ്രശ്നമാണ്. നിങ്ങൾ ഇന്നെ നോക്കണില്ലല്ലോ, ഇന്നെ നോക്കിയാലേ ഞാൻ പറയുള്ളൂ. പലപ്പോഴും നമ്മളെ കുട്ടികളെ നമുക്ക് ആഗ്രഹിച്ച് കിട്ടിയതാണില്ല. പിന്നെ കല്യാണം കഴിഞ്ഞേക്കിന് തീരുമാനിച്ചായിരുന്നു നമുക്ക് 3 കൊല്ലത്തിന് കുട്ടി വേണ്ട സംഗതി ഉണ്ടായി. അപ്പോൾ പിന്നെ മൂപ്പര് പറയുകയാണെന്ത്, പടച്ചോൻ്റെ വിധിയല്ല, എന്താ ഇപ്പം കാട്ടുക, തന്നാ പിന്നെ വാങ്ങന്നേ. അങ്ങനെ കിട്ടിയ നേരാവില്ല. ചരിത്രത്തിൽ നല്ല കുട്ടികളൊക്കെ നല്ലോണം പൂതി വെച്ചിട്ട് കിട്ടിയ കുട്ടികളായിരുന്നു. സക്കരിയ നബി അലൈഹിസ്സലാം 90-ലധികം കൊല്ലം ദ്വാരന്നിട്ട് മൂപ്പർക്ക് അള്ളാഹു തആല ഒരു കുട്ടീനെ കൊടുത്തിട്ടുണ്ട്. നല്ലോണം ദ്വാരന്നിട്ട് കിട്ടിയ, ആഗ്രഹിച്ച് കിട്ടിയ കുട്ടികളാണ് ചരിത്രത്തിൽ അറിയപ്പെടുന്ന മക്കളൊക്കെ എന്ന് കാണാൻ പറ്റും. നമ്മളെ വേങ്ങര കോയപ്പാപ്പ എന്ന് പറഞ്ഞൊരാളുണ്ടായിരുന്നു, നല്ലൊരു സാലിഹായ മനുഷ്യൻ. കോയപ്പാപ്പാൻ്റെ വാപ്പാൻ്റെ പേര് മുഹമ്മദ് എന്നാണ്. അദ്ദേഹം കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഒരിക്കൽ അദ്ദേഹം ഒരു മുസാഫിറാണ്. അദ്ദേഹം ഇങ്ങനെ നടന്നു പോകും, പല സ്ഥലത്തേക്കും ഇങ്ങനെ നടക്കും. അങ്ങനെ ഒരിക്കൽ കൈപ്പറ്റ എന്ന് പറയുന്ന സ്ഥലത്തെത്തി. കൈപ്പറ്റ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, കല്യാണം കഴിക്കാൻ സമ്മതിക്കാത്തൊരു സ്ത്രീ. എന്ത് പറഞ്ഞാലും വിവാഹത്തിന് സമ്മതിക്കില്ല, അങ്ങനത്തെ ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. അങ്ങനെ കോയപ്പാപ്പാൻ്റെ വാപ്പ മുഹമ്മദ്, കോയപ്പാപ്പാൻ്റെ പേരും മുഹമ്മദ് തന്നെ കേട്ടോ, അവരുടെ വാപ്പാപ്പാരൊക്കെ പേരും മുഹമ്മദ് എന്നാണ്. കോയപ്പാപ്പാൻ്റെ വാപ്പ മുഹമ്മദ് ആ പെരൻ്റെ താഴെ ചെന്നിട്ട് ഇങ്ങനെ മേപ്പിട്ട് നോക്കി. അതിൽ വീടിൻ്റെ ഉള്ളിൽ നിന്ന് സ്ത്രീ ഇങ്ങനെ മേലെ കൂടെ വന്നു നോക്കിയപ്പോൾ ഇങ്ങനെ ചോദിച്ചു, കല്യാണത്തിന് സമ്മതമാണോ എന്ന് ചോദിച്ചു. അതിലാന്ന് പറഞ്ഞു. ആലോചനകൾ നടന്നു, നിക്കാഹ് നടന്നു. ഒരു ദിവസം കോയപ്പാപ്പ അവിടെ താമസിച്ചു. അതിലൊരു കുട്ടി ഉണ്ടായി. കോയപ്പാപ്പൻ്റെ വാപ്പ മുഹമ്മദ് താമസിച്ചു ഒരു ദിവസം. അതിലൊരു കുട്ടി ഉണ്ടായി. പിന്നെ മൂപ്പരാ വൈക്ക് വന്നിട്ടില്ല. കുറേ കാലം കഴിഞ്ഞു. കുട്ടി ഇങ്ങനെ മദ്രസയ്ക്ക് പോകുമ്പോൾ വഴിയിൽ നിന്നൊരു പ്രായമുള്ള വയസ്സനായ ആളെ കണ്ടു. ഒരു തന്തപ്പാപ്പ വടിയൊക്കെ കുത്തിയിട്ട്. എന്താ കുട്ടിയാ എൻ്റെ പേര് എന്ന് ചോദിച്ചു. മുഹമ്മദ് എന്നാണ് പറഞ്ഞു. ആ നല്ല പേരാണ് പറഞ്ഞു. തലയിലിങ്ങനെ ഒന്ന് കയ്യച്ച് ഒന്ന് മന്തിരിച്ചു കൊടുത്ത്, നല്ലവണ്ണം പഠിക്കണം കേട്ടോ, വലിയ ആളാവണം കേട്ടോ എന്നൊക്കെ പറഞ്ഞാണ്ട് മൂപ്പര് പോയി. മദ്രസ ഇട്ട് വന്നപ്പോൾ കുട്ടി ഉമ്മാനോട് പറഞ്ഞു, ഉമ്മ വൈക്കുന്നൊരു വയസ്സനെ കണ്ടു, ഒരു തന്തപ്പാപ്പാനെ. മൂപ്പരിങ്ങനെ പേരൊക്കെ ചോദിച്ച് തലയിൽ കൈയൊക്കെ വെച്ചിട്ടൊന്ന് മന്ദിരിച്ചു ഇതൊക്കെ ചെയ്ത് നന്നാവാൻ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു. എങ്ങനെ അയാളെ ചേലും കോലൊക്കെ എന്ന് ചോദിച്ചു. അതിൽ പറഞ്ഞെടുത്ത് ഇന്നെ മാതിരിയാണ് പറഞ്ഞു. എൻ്റെ വാപ്പയാണ് പറഞ്ഞു. ആ കണ്ട ആള് അതിലുണ്ടായതാണ് കോയപ്പാപ്പ, പേര് മുഹമ്മദ് എന്നാണ്.